Hello, hi dear friends, welcome to yet another session of daily one word substitution. അപ്പോൾ daily one word substitutionൽ ഇന്നും പതിപോലെ ഞാനൊരു 5 one words ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ one words ഏതൊക്കെയാണ്, അത് ഏത് ലെങ്തി ഫ്രേസിനെ റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് anachronism. യെസ്, അനാക്രോണിസം. എന്താണ് അനാക്രോണിസം അല്ലെങ്കിൽ അനാക്രോണിസ്റ്റിക് എന്നും പറയാറുണ്ട്. ഓക്കെ, എന്താണ് ഇതിൻ്റെ മീനിങ്? സംതിങ് ഓർ സംവൺ ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ടൈം. യെസ്, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് ഓയാണ്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ പഴഞ്ചൻ അല്ലേ. ഇപ്പം അതായത് എന്തെങ്കിലും ഒരു കാര്യം, അതൊക്കെ പഴഞ്ചൻ ശീലങ്ങളാണ്, അല്ലെങ്കിൽ അത് പഴഞ്ചൻ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അയാളൊരു പഴഞ്ചനാണ്, അല്ലെങ്കിൽ അവളൊരു പഴഞ്ചനാന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ കാലത്തിന് പറ്റിയിട്ടുള്ള അതായത് ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയിലല്ല അവരുടെ സംസാരം അല്ലെങ്കിൽ ആ ഒരു കാര്യമെങ്കിൽ നമ്മളെ യൂഷ്വലി എന്താണ് പറയാറ്? പഴഞ്ചൻ എന്ന് പറയും. സോ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ? അനാക്രോണിസം എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. അനാക്രോണിസ്റ്റിക്കും നമുക്ക് യൂസ് ചെയ്യാം, അതും മീനിങ് സെയിം തന്നെയാണ്. എന്തെങ്കിലും ഒരു സംഭവം പഴഞ്ചനാണ്, ഇന്നത്തെ കാലത്തിന് പറ്റിയിട്ടുള്ളതല്ല അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിന് അനുസരിച്ചുള്ളതല്ല എന്ന് നമ്മൾ പറയണ കേസസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് അനാക്രോണിസം അല്ലെങ്കിൽ അനാക്രോണിസ്റ്റിക്. ഓക്കെ, നെക്സ്റ്റ് വേർഡാണ് ക്രോണിക്. സംതിങ് ദാറ്റ് എക്സിസ്റ്റ് ഫോർ എ ലോങ് ടൈം. സംതിങ് ദാറ്റ് എക്സിസ്റ്റ് ഫോർ എ ലോങ് ടൈം. എന്തെങ്കിലും ഒരു കാര്യം കുറച്ചധികം കാലത്തേക്കില്ലേ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യണം, അങ്ങനെ നിലനിന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ക്രോണിക്. ഇപ്പോൾ നമുക്കറിയാം, ഒരു സിനിമയുണ്ട് ക്രോണിക് ബാച്ചിലർ അല്ലേ. യെസ്, അതിൽ ഹീറോ കുറച്ചധികം കാലം അങ്ങനെ ബാച്ചിലറായി ജീവിച്ചു പോകുന്ന ആളാണ്. ആ ഒരു മീനിങ്ങിലാണ് ആ സിനിമയ്ക്ക് ക്രോണിക് ബാച്ചിലർ എന്നുള്ള പേര് കിട്ടിയത്. ക്രോണിക് ഇൽനെസ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് അതിൻ്റെ മീനിങ്? ക്രോണിക് ഇൽനെസ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം കാലം അങ്ങനെ ഒരു എന്താ പറയുക, സുഖമില്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്ക് പറയാം നമുക്ക് ക്രോണിക് ഇൽനെസ് ആണെന്ന്. അപ്പോൾ ക്രോണിക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കുറേ കാലത്തേക്ക് അതങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ക്രോണിക്. ഇനി നെക്സ്റ്റ് വേർഡാണ് എക്സ്പാട്രിയേറ്റ്. യെസ്, എന്താണ് എക്സ്പാട്രിയേറ്റ് എന്ന് പറഞ്ഞാൽ? ടു സെൻഡ് ഔട്ട് വൺ ഫ്രം വൺസ് നേറ്റീവ് പ്ലേസ്. അല്ലേ, ഒരാളെ അവരുടെ നേറ്റീവ് പ്ലേസിൽ നമ്മൾ പുറത്താക്കുന്നതിനാണ്, അതായത് നാട് കടത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പാട്രിയേറ്റ് എന്ന് പറയുന്നത്. എക്സ്പാട്രിയേറ്റ് വെർബാണ്. അതിൻ്റെ നൗൺ ഫോം എന്താണ്? എക്സ്പാട്രിയേഷൻ ആണ്. മാറ്റിയിട്ട് ION നമ്മൾ ചേർത്താൽ എക്സ്പാട്രിയേഷൻ അതിൻ്റെ നൗൺ ഫോമാണ്. അപ്പോൾ എക്സ്പാട്രിയേഷൻ എന്ന് പറഞ്ഞാൽ നാട് കടത്തൽ, എക്സ്പാട്രിയേറ്റ് എന്ന് പറഞ്ഞാൽ വെർബാണ് നാട് കടത്തുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വേർഡാണ് സർക്കുമാംബുലേറ്റ്. എന്താണ് സർക്കുമാംബുലേറ്റ്? ഇവിടെ ബുലേറ്റ് എന്നൊരു വേർഡ് ഉണ്ടല്ലേ. ബുലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നടക്കുന്നത് റിലേറ്റഡ് ആയ കാര്യമാണ്. സർക്കും എന്നൊരു വേർഡ് ഉണ്ട്. സർക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർക്കുലർ ഷേപ്പ്, ആ ഷേപ്പുമായി റിലേറ്റ് ചെയ്ത കാര്യമാണ്. അപ്പോൾ എന്താണ് സർക്കുമാംബുലേറ്റ് എന്ന് പറഞ്ഞാൽ? ടു വാക്ക് അറൗണ്ട് എ പ്ലേസ് എസ്പെഷ്യലി ഇൻ എ റിച്വൽ മാനർ അല്ലേ. അതായത് നമ്മൾ വലം വയ്ക്കുക, നമ്മൾ പറയാറില്ലേ വലം വയ്ക്കുക എന്ന്. ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ? സർക്കുമാംബുലേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണേ. നമ്മൾ വലം വയ്ക്കണത് ഏത് ഷേപ്പിലാണ്? ഏകദേശം ഒരു സർക്കുലർ ഷേപ്പിലാണ് നമ്മൾ വലം വയ്ക്കണേ. നമ്മൾ വലം വയ്ക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യണത്? നമ്മൾ നടക്കുവാണ്. യെസ്, അപ്പോൾ അതാണ് സർക്കുമാംബുലേറ്റ്. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഒരു റിച്വൽ മാനറിൽ, റിച്വൽ എന്ന് പറയുമ്പം എന്താ പറയുക, ഒരു ആചാരം. റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആചാരമാണ്, ആചാരം, അനുഷ്ഠാനം. സോ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലേസിന് ചുറ്റും നടക്കുവാണെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് സർക്കുമാംബുലേറ്റ്. ഇനി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ലാസ്റ്റ് വേർഡാണ് സിങ്ക്രണൈസ്.
to make it happen at the same time. യെസ്, എന്താണ് സിങ്ക്രണൈസ് എന്ന് പറഞ്ഞാൽ? അതായത് എന്തെങ്കിലും ഒരു കാര്യം ഒരേ സമയത്ത് അത് നടത്തുക. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഡാൻസ് ട്രൂപ്പിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഡാൻസാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഡാൻസ് പെർഫോം ചെയ്യുമ്പോൾ ഒരാൾ ലെഫ്റ്റിലേക്ക് കൈ വെക്കുമ്പോൾ മറ്റേ ആൾ റൈറ്റിലേക്ക് കൈ വെക്കിയാൽ അത് ശരിയാവത്തില്ല അല്ലേ? അവർ ഒരേ സമയത്ത് ആ ഒരു എന്താ പറയുക, ആ ഒരു സോങ്ങോ അല്ലെങ്കിൽ മ്യൂസിക്കിനനുസരിച്ച് അവരെല്ലാവരും ആ കാര്യം ഒരേ സമയത്ത് ഒരേപോലെ ചെയ്യണം അല്ലേ? അപ്പോൾ അവർ തമ്മിൽ ഒരു സിങ്ക് ഉണ്ടാവണം. അങ്ങനെ ഒരേ സമയത്ത് ഒരേപോലെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുക, സിങ്ക്രണൈസ് എന്ന് പറയണം. അവർ തമ്മിലൊരു സിങ്ക് ഉണ്ടാവണം. സിങ്ക്രണൈസ് എന്നുള്ള വേർഡ് ഇപ്പോൾ സിഗ്നൽസ് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചധികം, ഇപ്പോൾ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊരു സോങ് ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു സോങ് ആഡ് ചെയ്യുവാണെങ്കിൽ ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന പിക്ചർ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ന വ്യൂ ഉണ്ടാവുന്ന സമയത്ത് ഇന്ന സോങ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ അത് തമ്മിലൊരു സിങ്ക് ഉണ്ടാവണം എന്നുള്ളൊരു മീനിങ്. അതായത് ഒരേ സമയത്ത് ആ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കണ പോലെ നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് പറയും, സിങ്ക്രണൈസ് എന്ന് പറയും. ഇനി നമ്മൾ ജനറലായി യൂസ് ചെയ്യാറില്ലേ സിങ്ക് അല്ലേ? ഇപ്പം ഞാൻ തന്നെ നേരത്തെ ഇപ്പോൾ ഡാൻസേഴ്സ് അവർ ഡാൻസ് കളിക്കുമ്പോൾ ഒരു സിങ്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞു. സിങ്ക്രണൈസ് എന്നുള്ള വേർഡിൽ നിന്നാണ് വന്നത്. SYNC അത്ര എടുത്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സിങ്ക് ഉണ്ടാവണം. ഇപ്പം രണ്ട് ആൾക്കാർ തമ്മിൽ സിങ്ക് ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ഏത് കോണ്ടെക്സ്റ്റിലാണല്ലേ? ഒരേപോലെ ചിലപ്പോൾ അവർ കാര്യങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ ഒരേപോലെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ ആളും അതേ കാര്യം ചിലപ്പോൾ പറയുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും, നമ്മൾ തമ്മിൽ ഭയങ്കര സിങ്കാണ് എന്ന് പറയും. ആ സിങ്ക് എന്നുള്ള വേർഡ് വന്നത് സിങ്ക്രണൈസ് എന്നുള്ള വേർഡിൽ നിന്നാണ്. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 5 വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒന്ന് ക്രോണിക് ആണ് അല്ലേ? കുറേ കാലം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ക്രോണിക്. ആ സംഭവം എന്താണോ അതിൻ്റെ കൂടെ അതിൻ്റെ പ്രിഫിക്സ് ആയിട്ട് നമ്മൾ ഏത് ആഡ് ചെയ്യും, ക്രോണിക് എന്നുള്ള വേർഡ് ആഡ് ചെയ്യും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അനാക്രോണിസം അല്ലെങ്കിൽ അനാക്രോണിസ്റ്റിക് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. എന്തെങ്കിലും ഒരു സംഭവം ഒരു പഴഞ്ചനാണ്, അതൊരു പഴഞ്ചൻ ഏർപ്പാടാണ് അല്ലെങ്കിൽ ആ ആളൊരു പഴഞ്ചനാന്നൊക്കെ പറയുന്ന കോണ്ടെക്സ്റ്റിൽ നമുക്ക് അനാക്രോണിസം അല്ലെങ്കിൽ അനാക്രോണിസ്റ്റിക് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാം, നമ്മൾ കണ്ടൊരു വേർഡാണ് എക്സ്പാട്രിയേറ്റ് അല്ലെ? ഒരാളെ നാട് കടത്തുവാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യണ വേർഡാണ് എക്സ്പാട്രിയേറ്റ്. പിന്നെ ആ നാട് കടത്തിയ ആളെക്കുറിച്ച് പറയാനും നമ്മൾ പലപ്പോഴും എക്സ്പാട്രിയേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ട്. ഇനി സർക്കുമാമ്പുലേറ്റ് എന്ന് പറഞ്ഞാൽ വലം വെക്കുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ സർക്കുമാമ്പുലേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ട ലാസ്റ്റ് വേർഡാണ് സിങ്ക്രണൈസ്. 2 അതിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കണ പോലെ അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയണേ, സിങ്ക്രണൈസ് എന്ന് പറയണം. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത വേർഡ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? യെസ്. അപ്പം നെക്സ്റ്റ് സെഷനിൽ വേറെ ഇതേപോലെ നെക്സ്റ്റ് 1 വേർഡ് സെഷനിൽ വേറെ കുറച്ച് നല്ല 1 വേർഡ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.